ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ ചെറിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഫാമിലിനെയൊക്കെ കൂട്ടിയിട്ടൊരു ട്രിപ്പ് പോവാണ് കേട്ടോ. ദൂരെ എങ്ങോട്ടും അല്ല, നമ്മുടെ കക്കാടംപൊയിലോട്ടാണ്. കക്കാടംപൊയിലുള്ള ഫോഗി മൗണ്ടെയ്ൻസിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ ഇതാ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇവരൊക്കെ കുറച്ച് മുന്നേ തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ടിക്കറ്റ് ഒക്കെ എടുത്ത് നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ കിഡ്സ് പാർക്കിലോട്ടാണ് പോയത്. നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് കുഞ്ഞുമക്കൾ ഉണ്ടായതുകൊണ്ട് അവരുടെ സന്തോഷത്തിനാണ് നമ്മൾ ആദ്യം പ്രയോറിറ്റി കൊടുത്തത്. അങ്ങനെ ഇതാ കുറച്ച് ടൈം മക്കളുടെ കൂടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മളുടേതായിട്ടുള്ള എന്റർടൈൻമെന്റിലോട്ട് പോവാണ്. ഇവിടെ ആണെങ്കിൽ ഒരുപാട് അഡ്വഞ്ചേഴ്സ് ഒക്കെ ചെയ്യാനുണ്ട് നമുക്ക്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഓരോന്നായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്യാനായിട്ട് പോവാണ്. സാധനക്ക് പേടിണ്ടോ? ഒത്തോ ഒത്തോ പോവല്ലയാ ചവിട്ടി ചവിട്ടി പോയാ ഞാനുണ്ട് ഞാനുണ്ട് എങ്ങനെയുണ്ട്? ഓക്കെ ആണെങ്കിൽ പോയത് കണ്ടു. രൂപയല്ല, ഒരു 50 രൂപ. അതിൽ ഒരാൾക്ക് ഈ സാധനം നമ്മൾ തന്നെ കൊണ്ടുപോകണം. കാരണം അവിടെ എത്തുമ്പോ ഉണ്ടല്ലോ കുറച്ചൊരു കയറ്റാം. नीचे आएगा तो मेरा बीवी का ओके हेलमेट चेंज അവിടെ വീഡിയോ എടുത്ത് എത്തില്ല. ഞാൻ നോക്കുമ്പോ കുഞ്ഞാക്ക് ഒറ്റടി കടത്തി മനു ഇവിടുന്ന് പകുതി അനങ്ങില്ല. നല്ലൊന്നും നോക്കണ്ട, ചവിട്ടിയാ മതി കേട്ടോ. ധൈര്യത്തൊക്കെ ഇരുന്നാ മതി. നോ പ്രോബ്ലം. സനോ ഇല്ലല്ല, ചവിട്ടിക്കോ ചവിട്ടിക്കോ. യു ക്യാൻ. നമ്മൾ അവിടെയുള്ള റൈഡുകളിലൊക്കെ കയറിയപ്പോൾ അതാണ് ടാസ്ക് എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ശരിക്കുള്ള ടാസ്ക് മക്കളെ ഇതായിരുന്നു. ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും എത്രയോ അപ്പുറം ഒരു ഫീല് തന്നിട്ടുള്ള ഒരു റൈഡ് തന്നെ ആയിരുന്നു ഇത്. ആരും മുന്നിക്കുന്നില്ല.
നോക്കേ എന്ത് കൊല്ലാൻ കൊടുക്കണോ ഇതെന്തത് ഇതിന് ഞാനല്ല ഉറപ്പിച്ച് ഇവൻ കൂടെ നോക്കിയാ കയറും പിടിച്ച് അഞ്ചപ്പുറം വരിക ഓ ഡയലോഗ് നെയ് ദേക്കാ ഞങ്ങള് പേര് പറയും കല്യാണ പേരിൽ പെണ്ണുങ്ങൾ ഊപ്പർ 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 ഇല്ലല്ല പോട്ടെ പോട്ടെ ഞാൻ നേരത്തെ നിന്നപ്പോ നിങ്ങക്ക് എന്തിനു ഡയലോഗ് ഇല്ല ഇല്ല പോട്ടെ പോട്ടെ ഊപ്പർ 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 ഇവന് മോന്ത കിട്ടണ വെച്ച് ആ വലിച്ചുമ്പോ ഒന്നുകൂടി ഒന്നുകൂടി അങ്ങനെ മൂന്നാമത്തെ ടീം കയറിയിട്ടുണ്ട്. ഇപ്പോഴൊക്കെ അങ്ങോട്ട് പോട്ടെ, കുറച്ച് കഴിയുമ്പോഴാണ് മാറിക്കാനാ. അള്ളാഹ് പറയട്ടെ അവിടുന്ന് ഇപ്പം തന്നെ ചിഞ്ചുവിന്റെയും കണ്ണ് കയറി തുടങ്ങിയിട്ടേ ഉള്ളൂ. ലാസ്റ്റിലെത്തണം. നിങ്ങൾ എവിടെ കൊന്തു ഉണ്ടോ? കൈ ടൈറ്റ് ആവില്ലേ? ഒന്നുകൂടി ആ ഒരു റൈഡ് കഴിഞ്ഞ് നമ്മളിനി സിപ്പ് ലൈൻ റൈഡിലോട്ട് പോവാണ്. എന്തായാലും വന്നതല്ലേ, അപ്പോൾ എല്ലാതും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് പോവാന്ന് വിചാരിച്ചു. തുടക്കത്തിലൊക്കെ എല്ലാവർക്കും നല്ല പേടിയുണ്ടായിരുന്നു, പിന്നെ അതൊരു ഹരമായിട്ട് മാറി. നല്ല രസമുണ്ടായിരുന്നു, എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. Okay, 60, 50. Ready? 1, 2, 3. ഇവിടെ ഭയങ്കര ഇതെന്താ ശരിക്കും ഒന്ന് കാണാൻ തല കറങ്ങിയിട്ടില്ലല്ലേ.
ബാക്കി രണ്ടെണ്ണത്തിന് സൗണ്ട് കേൾക്കില്ല. സിംഗിം കൂടാ ഇതില്ലേ പ്രതീക്ഷിക്കാതെ നിൽക്കണ നേരത്താണോ നല്ല രസം ഉണ്ടായിരുന്നു. നല്ല ഫുള്ള് കേട്ടോണ്ടിരുന്ന ഇതില് പോവാറുണ്ട് ഓലോടെ കഴിഞ്ഞോ? ഉണ്ടാക്കി ആ സൈഡിലാ അവിടെ ഞങ്ങൾ ഉച്ചൻ്റെ മുന്നേ തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഫുഡ് അവിടുന്ന് ബുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓരോ റൈഡുകളും ഞങ്ങളിങ്ങനെ എൻജോയ് ചെയ്യുന്നതിനിടയ്ക്ക് ഫുഡ് കഴിക്കാനുള്ള ഓർമ്മയും അവിടെ ബുക്ക് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ മറന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ടൈം നോക്കിയപ്പോഴാണെന്നുണ്ടെങ്കിൽ 5 മണി ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പുറത്ത് പോയിട്ട് ഫുഡ് വാങ്ങിച്ചു കൊണ്ടുവന്ന് അവിടെ പുറത്തിരുന്നിട്ട് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അപ്പൊ നല്ല ബിരിയാണിയാണ്. എങ്ങനെയുണ്ട് ഫുഡ്? ഇനിയോ അങ്ങനെ ഇതാ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതാ നേരെ ഇനി ബോട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ ബോട്ടിങ്ങും കഴിഞ്ഞ് ഇപ്പോൾ സമയം ഒരു 6:30 6:45 ആയിട്ടുണ്ട്. ഇനി 7 മണിക്കാണ് നമുക്ക് സ്വിമ്മിംഗ് പൂളിന്റെ ടൈം പറഞ്ഞിട്ടുള്ളത്. എങ്ങോട്ടാ പോണത്? നീ എങ്ങോട്ടാ? സ്വിമ്മിംഗ് പൂളിക്ക് ഇച്ച് വെള്ളം സ്വിമ്മിംഗ് പൂളിക്കാ? ആ നിങ്ങള് ലോക്കാണ്. खिड़की के नीचे है नाला, बेटा का बेड़ा है, मजे
ഇന്നത്തെ ഡേ മൊത്തത്തിൽ ഭയങ്കര ഹാപ്പിനെസ് നിറഞ്ഞൊരു ദിവസമായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഡേ ഫുള്ള് അവിടെ അടിച്ച് പൊളിച്ചതിന് ശേഷം നമ്മളിപ്പോൾ വീട്ടിലേക്ക് പോവുകയാണ്. വണ്ടി റോഡിൽ സൈഡാക്കിയത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഉപ്പിലിട്ടതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. ഉപ്പിലിട്ടതൊക്കെ വാങ്ങിക്കാൻ പോയ ആൾക്കാർ കാണാനില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പുറകെ പോയി നോക്കുകയാണ്. അപ്പോൾ അവരൊക്കെ അവിടെ കഴിച്ചുകൊണ്ട് നിൽക്കുകയാണത്. ഞാൻ ഇവിടെതാ. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴേക്കും അമ്മായി നല്ല ഫുഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കഴിച്ച് ഞങ്ങൾ ഇനി അവനവൻ്റെ വീട്ടിലേക്ക് തന്നെ പോവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.